എല്ലാവർക്കും ശരത്'സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ ഒരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫേസ്ബുക്കിനും വാട്സാപ്പിനും എതിരെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യ ഒരുങ്ങുവാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ളൊരു സൂപ്പർ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ. അപ്പോൾ ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തോട്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ആപ്ലിക്കേഷന് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കണം, നമുക്ക് കൂടുതൽ ഇന്ത്യൻ ആപ്ലിക്കേഷൻ വേണം എന്നുള്ളൊരു ഡിസിഷൻ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോൾ ഇന്ത്യൻ ആപ്സ് വഴി ഇന്ത്യ ആത്മനിർഭർ ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് പുതിയൊരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് എലിമെന്റ്സ് എന്നാണ്. അപ്പോൾ ഈ എലിമെന്റ്സ് ആപ്ലിക്കേഷൻ നമ്മുടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏകദേശം 10 ലാംഗ്വേജിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇന്ത്യയിൽ ലഭിക്കുന്നത്. ഇത് പ്രധാനമായും ഇന്ത്യയിലെ ആദ്യത്തെ സോഷ്യൽ മീഡിയ സൂപ്പർ ആപ്പ് ആണ് എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രധാനമായിട്ടും നമ്മൾക്ക് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ ഒരു ഫീഡ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെല്ലാം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള കണ്ടന്റുകളായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ വാട്സാപ്പിലൊക്കെ കാണുന്ന പോലെ ചാറ്റ് ഫീച്ചറും ഉൾപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ചാറ്റ് ഫീച്ചറിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഡയറക്റ്റ് ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയോ കോൾസും വീഡിയോ കോൾസും എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ ഒരു ആപ്പ് ക്ലെയിം ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫേസ്ബുക്കിലെ പോലെ തന്നെ നമ്മൾക്ക് ഇതിൽ ഫ്രണ്ട്സിനെയും ആഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പായിട്ടാണ് ഇതിനെ പ്രചരിപ്പിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് ഏകദേശം 1000-ഓളം IT പ്രൊഫഷണൽസും ടെക്നോളജിക്കൽ അങ്ങനത്തെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. അതും വോളണ്ടിയർലി ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടി ഉണ്ടാക്കിയ ആദ്യത്തെ സോഷ്യൽ മീഡിയ ആപ്പ് എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉടനെ നമ്മുടെ iOS-ന്റെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ഇനി അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിൽ നമ്മളുടെ ഫോൺ നമ്പർ ആയിരിക്കും ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഞാൻ OTPക്ക് വേണ്ടിയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഏകദേശം 5 മിനിറ്റോളം എടുത്തു ഈ ഒരു OTP നമ്മുടെ ഫോണിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അത്രമാത്രം സ്ലോ ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് തന്നെ. ഇനി OTP കിട്ടിയ ശേഷം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ പേരും കൂടാതെ ഒരു പുതിയ പാസ്വേഡും സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പേജിലേക്കാണ് വന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ ഞാൻ എൻ്റെ പേരും പിന്നെ പാസ്വേഡും എല്ലാം അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ഈ ഒരു പേജിൽ തന്നെ ഇങ്ങനെ ലോഡിംഗ് ആയിരുന്നു കാണിച്ചത്. ഇനി 10 മിനിറ്റിന് ശേഷം അണേബിൾ ടു കണക്ട് ടു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജുമാണ് കാണിച്ചത്. ഇനി അതിനുശേഷം ഞാൻ വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇപ്രാവശ്യം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ സെയിം നമ്പർ കൊടുത്തപ്പോൾ ഈ ഫോൺ നമ്പർ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫോൺ നമ്പർ വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കരുതി ഞാൻ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഡാറ്റാബേസിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ നോക്കി. പക്ഷേ ഇത്ര നേരമായിട്ടും എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രമാത്രം ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ ആപ്പാണ് എന്നുള്ള ഹൈപ്പൊക്കെ കാരണം ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോഗിൻ പോലും എനിക്ക് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളതെല്ലാം ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഇതേപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസും റിവ്യൂസും അൺബോക്സിങ്ങിനും എല്ലാത്തിനും എൻ്റെ ചാനൽ ചെക്ക് ചെയ്യുക. ഞാൻ ഏകദേശം 100-ൽ കൂടുതൽ വീഡിയോസ് ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.